പത്തനംതിട്ട കോന്നിയിലെ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി പള്ളിയിലെത്തിക്കും. പള്ളിയിലെ പൊതുദർശനം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്കാരം നടക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി അവിടെ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്കറിയാം. വളരെയധികം വേദനാജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദേവിക, ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഈ നാട്ടുകാർ, ബന്ധുക്കളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഹൃദയം തകർന്ന അവസ്ഥയിലൂടെയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നാട്ടുകാരും ബന്ധുജനങ്ങളെ എന്ത് പറഞ്ഞാലാണ് ഇവർക്ക് ആശ്വാസവാക്കുകളാവുക എന്നുള്ള നിസ്സഹായ അവസ്ഥയിലാണ് ഈ നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം ഉള്ളത്. ഇന്ന് ഈ രാവിലെ 6:30 തന്നെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചു. നിഖിലിൻ്റെ മൃതദേഹവും അനുവിൻ്റെ മൃതദേഹവും ഇപ്പോൾ നിഖിലിൻ്റെ മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം ബിജുവിൻ്റെ വീട്ടിലേക്ക്, ബിജുവിൻ്റെയും അനുവിൻ്റെയും വീട്ടിലേക്ക് 3 പേരുടെയും മൃതദേഹങ്ങൾ, ബിജുവിൻ്റെയും മകൾ അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങൾ എത്തിച്ചു. അരമണിക്കൂറോളം ഇവിടെ 3 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള നിഖിലിൻ്റെ വീട്ടിലേക്ക്, മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്കാണ് ഈ 2 മൃതദേഹങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി മത്തായി ഈപ്പൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ മത്തായി ഈപ്പൻ്റെയും മകൻ നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ അല്പസമയം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം പൂങ്കാവ് സെന്റ് മേരീസ് സുറിയാനി മലങ്കര കത്തോലിക്ക പള്ളിയിൽ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടുത്തെ പള്ളി ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണി വരെ അവിടുത്തെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടുകൂടി ആരംഭിച്ച് 12:30 സംസ്കാരം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. എന്തായാലും ഏറ്റവും ദുഃഖകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ദുർഘാതരമായിട്ടുള്ള, ഹൃദയം ഭേദകമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നതും ആ നിസ്സഹായതയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണം, എന്ത് പറഞ്ഞ് ഈ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിട നൽകണം, ആശ്വസിപ്പിക്കണം എന്നറിയാതെ പകച്ച് നിൽക്കുന്ന ആളുകളാണ്. ഇടവകയും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള പള്ളി ശുശ്രൂഷ, പ്രാർത്ഥനാ ശുശ്രൂഷകളുമെല്ലാം ഭവനങ്ങളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഈ വാർത്ത കേട്ട്, ഈ ദാരുണമായിട്ടുള്ള സംഭവം, ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവനെടുത്ത ആ റോഡപകടത്തിന്റെ വാർത്ത ഏറ്റവും ഞെട്ടലോടെയായിരുന്നു കേരളം കേട്ടത്. നവംബർ 30 വിവാഹം കഴിഞ്ഞ് 15 ദിവസം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം, ആ 15-ാം നാൾ സംഭവിച്ചത് ദാരുണമായിട്ടുള്ള സംഭവം. 15-ാം നാൾ അവരെ കാത്തിരുന്നത് മരണമായിരുന്നു. റോഡിൽ പതിയിരുന്ന മരണമായിരുന്നു ആ 15-ാം നാൾ. ദാമ്പത്യ ജീവിതത്തിന്റെ 15-ാം നാൾ ഇവരെ കാത്തിരുന്നത്. നവംബർ 30 വിവാഹം കഴിഞ്ഞ് ഡിസംബർ 2 മധുവിധ ആഘോഷത്തിന് വേണ്ടി മലേഷ്യയിലേക്ക് പോയ നിഖിലും അനുവും മധുവിധ പൂർത്തിയാക്കി തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ, തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോൾ മക്കളെ കൂട്ടുന്നതിന് വേണ്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയ ഇവരുടെ പിതാക്കന്മാർ മത്തായി ഈപ്പനും ബിജു ജോർജും മക്കളെയും കൂട്ടി ഏറ്റവും സന്തോഷകരമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ കുടുംബം, അവർ തിരികെ വീട്ടിലേക്കെത്താൻ, മല്ലശ്ശേരിയിലെ വീട്ടിലേക്കെത്താൻ 7 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ആ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ജനുവരി 15 കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു നിഖിലും അനുവും. കാനഡയിലാണ് നിഖിൽ ജോലി ചെയ്യുന്നത്. ജനുവരി 15 വരെയായിരുന്നു ഇവർ നാട്ടിലുണ്ടായിരുന്നത്. മരണം സംഭവിച്ച, ആ ദാരുണ അപകടം സംഭവിച്ച കഴിഞ്ഞ ഞായറാഴ്ച അനുവിൻ്റെ പിറന്നാളായിരുന്നു. പിറന്നാൾ ആഘോഷവും ഒക്കെയായി ബന്ധപ്പെട്ട് അനുവിന് സർപ്രൈസ് ആഘോഷത്തിൻ്റെ കാര്യങ്ങളുമെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഇരു ആളുകളുടെയും പിതാക്കന്മാർ മത്തായി ഈപ്പനും ബിജുവും തിരുവനന്തപുരത്തേക്ക് വിമാനത്താവളത്തിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്. കേക്കും മറ്റ് ആഘോഷപരമായ കാര്യങ്ങളുമെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നു. അങ്ങനെ ആഘോഷകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള, ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു കുടുംബമായിരുന്നു. വീടുകളിലേക്ക് എത്തുമ്പോൾ പിന്നീട് ക്രിസ്മസ് ആഘോഷമായും പുതുവർഷാഘോഷമായും വിവാഹശേഷമുള്ള അനുവിൻ്റെ ആദ്യത്തെ പിറന്നാൾ ആഘോഷമൊക്കെയായിട്ടും സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന കുടുംബമായിരുന്നു ഇത്. നവംബർ 30 15 ദിവസങ്ങൾക്ക് മുമ്പ്, 2 ആഴ്ചകൾക്ക് മുമ്പ് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സന്തോഷം നിറഞ്ഞ മുഖങ്ങളാൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആ നവദമ്പതികൾക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി, കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഇവിടെ ഈ വീട്ടുമുറ്റത്ത് തിങ്ങിക്കൂടി
വിളിക്കപ്പെടാതെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിട നൽകുന്നതിന് വേണ്ടി തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അന്ന് ഈ വീട്ടുമുറ്റത്ത് തിങ്ങിക്കൂടി നിന്ന ഇവരുടെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ഇടവകയുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ബന്ധപ്പെട്ടുമൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്ന ആളുകളായിരുന്നു അനുവും നിഖിലും. 8 വർഷം നീണ്ട പ്രണയ ജീവിതം, ആ പ്രണയ സാഫല്യത്തിന്റെ മുഹൂർത്തം പക്ഷേ അവർക്ക് 15 ദിവസം മാത്രമാണ് അവശേഷിപ്പിച്ചത് വിധി. ആ പ്രണയ ജീവിതം, 8 വർഷം നീണ്ട പ്രണയ ജീവിതം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ സന്തോഷത്തോടെയായിരുന്നു ഇരു കുടുംബങ്ങളും അത് കേട്ടത്. സന്തോഷത്തോടെയായിരുന്നു ആ വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തതുമില്ല. കാരണം കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഇരു കുടുംബങ്ങളും തമ്മിൽ ഏറെ സൗഹൃദപരമായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു കുടുംബം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു. തൊട്ടടുത്താണ് ഇരുവരുടെയും വീടുകൾ. ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമാണ് അനുവിന്റെയും നിഖിലിന്റെയും കുടുംബങ്ങൾ തമ്മിലുള്ള വീടുകൾ തമ്മിലുള്ള ദൂരം. മത്തായിപ്പനായാലും ബിജു ആയാലും ഇരു ആളുകളുടെയും പിതാക്കന്മാരായാലും വർഷങ്ങളായി സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളുമായിരുന്നു. അതുകൊണ്ട് ഇരുവരും ആ 8 വർഷത്തെ പ്രണയ ജീവിതത്തെ പറ്റി, പ്രണയ സാഫല്യത്തിന് വേണ്ടി വിവാഹത്തിനായി വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അത് സന്തോഷത്തോടെയായിരുന്നു ഇരു വീട്ടുകാരും കേട്ടതും. ഇരു വീട്ടുകാരും ആ വിവാഹം നടത്തിക്കൊടുക്കുകയും ആഘോഷ ആരവങ്ങളോടുകൂടി തന്നെയായിരുന്നു നവംബർ 30 വിവാഹം നടക്കുകയും എല്ലാം ചെയ്തത്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട്, ഇടവകയുമായി ബന്ധപ്പെട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കൊയരട്ടീം, മറ്റ് പ്രവർത്തനങ്ങൾ, യുവജന പ്രവർത്തനങ്ങൾ, അതിലെല്ലാം മുന്നിട്ട് നിന്ന ആളുകളായിരുന്നു നിഖിലും അനുവും. കൊയരട്ടീമിന്റെ ലീഡറായിരുന്നു അനു. സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ചേർന്ന് നിഖിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഏറെ പ്രിയപ്പെട്ട മക്കളാണ് നിഖിലും അനുവും. നാട്ടുകാർക്കും പള്ളിയുമായും എല്ലാം ഏറെ വൈകാരികമായി തന്നെ അനുവിനെയും നിഖിലിനെയും അവരുടെ പിതാക്കന്മാരെയും ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ആ പ്രിയപ്പെട്ട ആളുകളെയെല്ലാം അതിവൈകാരികത നിറഞ്ഞ മനസ്സോടുകൂടി, അതിവൈകാരികത നിറഞ്ഞ മുഖത്തോടുകൂടി യാത്രയാക്കുകയാണ് ഈ നാട്. പ്രാർത്ഥന ശുശ്രൂഷകളും മറ്റും ഇപ്പോഴും വീടുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അധിക സമയം വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുകയില്ല. കൂടുതൽ ആളുകൾ എത്താനുള്ള സാഹചര്യം, അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്, കൂടുതൽ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി പള്ളിയിലാണ്. അവിടെ 4 മണിക്കൂറിലധികം പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുവിന്റെ പിറന്നാളായിരുന്നു, വിവാഹശേഷമുള്ള അനുവിന്റെ ആദ്യത്തെ പിറന്നാളായിരുന്നു. 25 വയസ്സ് അനുവിന് പൂർത്തിയാകുന്ന വിവാഹശേഷമുള്ള ആ പിറന്നാൾ, ഈ അപകടം സംഭവിച്ച ദാരുണ സംഭവം ഈ കുടുംബത്തെ വിഴുങ്ങിയ ആ ദിവസമായിരുന്നു, ഞായറാഴ്ചയായിരുന്നു. അതിനുള്ള ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ കുടുംബത്തിൽ മക്കൾ തിരികെ എത്തുമ്പോൾ, മലേഷ്യയിൽ നിന്നും തിരികെ എത്തുമ്പോൾ ആ സർപ്രൈസ് ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടായിരുന്നു ഇരു പിതാക്കന്മാരും ബിജുവും മത്തായിപ്പനും ഇവരെ കൂട്ടുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയത്. അങ്ങനെ ആഘോഷം, സന്തോഷകരമായ ജീവിത മുഹൂർത്തങ്ങൾ എല്ലാം നിറഞ്ഞു നിന്ന കുടുംബമാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹൃദയഭേദകമായി, ഹൃദയത്തിൽ മുറിവേറ്റ നിലയിൽ നിലയുറപ്പിച്ച മനുഷ്യർ മാത്രമുള്ള സാഹചര്യത്തിൽ കാണേണ്ടി വരുന്നത്. അനുവിന്റെയും നിഖിലിന്റെയും സുഹൃത്തുക്കളാണ് ഈ ചുറ്റുപാടും, ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. അവരെല്ലാം കണ്ണീരണിഞ്ഞുകൊണ്ടാണ്, വേദന ജനകമായിട്ടുള്ള മുഖത്തോടുകൂടിയാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മുതിർന്നവരായാലും അവർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു ഈ മക്കൾ. നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും കൊയരട്ടീമും ഒക്കെ ബന്ധപ്പെട്ടും ഏറെ സജീവമായി പള്ളിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു നിഖിലും അനുവും. അതുകൊണ്ട് കണ്ണീരണിഞ്ഞല്ലാതെ ഒരു മനുഷ്യർക്കും ഈ വീട്ടുമുറ്റത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. 2 ആഴ്ച മുൻപ്, 15 ദിവസം മുൻപ് സന്തോഷത്തോടെ, ഏറെ ആഘോഷത്തിമിർപ്പോടെ, ഏറെ സന്തോഷത്തോടെ ഈ കുടുംബത്തില് ഈ ദമ്പതികൾക്ക് വിവാഹാശംസ അറിയിക്കുന്നതിന് വേണ്ടി എത്തിയ ഓരോ മനുഷ്യരും, അന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളായി ഈ വീട്ടുമുറ്റത്ത് എത്തിയ ആളുകൾ, അവർ ഇന്ന് കണ്ണീരണിഞ്ഞ് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി ഈ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ വിട നൽകണം, എങ്ങനെ ഈ നിമിഷം അതിജീവിക്കണം, എങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞയക്കണം എന്ന് അറിയാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയുടെ മുഖഭാവങ്ങളോടെ മാത്രമാണ് ഓരോ മനുഷ്യരെയും ഇവിടെ കാണാൻ കഴിയുന്നത്. ജനുവരി 15 കാനഡയിലേക്ക് പോകേണ്ടവരാണ് നിഖിലും അനുവും. കാനഡയിലാണ് നിഖില് വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനു MSW പൂർത്തിയാക്കിയ ആളാണ്. അവിടെ ജോലി തരപ്പെടുത്തി ഇരുവരും ഇനി അവിടെ കഴിയുന്നതിന് വേണ്ടിയുള്ള
തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി ഇനിയുള്ള ഒരു മാസം ക്രിസ്മസും പുതുവർഷവും ഒക്കെ നാട്ടിൽ ബന്ധുക്കളോടൊപ്പം ആഘോഷിച്ച് പിന്നെ കാനഡയിൽ നീണ്ട കാലത്തെ പ്രവാസത്തിനൊക്കെ തയ്യാറെടുക്കുകയായിരുന്നു ഈ ദമ്പതികൾ. അതിനിടയിലാണ് മരണം അവരെ വിഴുങ്ങിയത്, ഈ കുടുംബത്തെ വിഴുങ്ങിയത്, ഈ കുടുംബത്തിന്റെ സന്തോഷത്തെ വിഴുങ്ങിയത്. അങ്ങനെ വീടുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ സമയം ഉണ്ടാവുകയില്ല, പള്ളിയിലേക്ക് പോകും. നിഖിലിന്റെ സഹോദരി ഉൾപ്പെടെ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്നും ഇങ്ങനെ ബന്ധുക്കൾ, വിവാഹം നവംബർ 30 കഴിഞ്ഞ് തൊട്ടടുത്ത് ബന്ധുക്കൾ മടങ്ങിയതേയുള്ളൂ. വിദേശത്തേക്കൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ബന്ധുക്കൾ ഇവർക്കുണ്ട്. അവരൊന്നും മനസ്സിൽ പോലും വെറുതെ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഒരുപക്ഷെ ഉടനെ മടങ്ങി വരേണ്ടി വരുമെന്ന്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, അവരെ അങ്ങനെ കാണുന്നതിന് വേണ്ടി, ജീവനറ്റ ശരീരങ്ങളായി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുന്നതിന് വേണ്ടി ഈ വിവാഹത്തിന് പങ്കെടുത്ത് തിരികെ മടങ്ങിപ്പോയ, വിദേശത്തേക്ക് പോയ ബന്ധുക്കൾക്കൊന്നും ഒരുപക്ഷെ അവർ വെറുതെ പോലും പ്രതീക്ഷിച്ച് കാണുകയില്ല തങ്ങൾക്ക് വീണ്ടും ഈ നാട്ടിലേക്ക് മടങ്ങി വരേണ്ട സാഹചര്യം ഉടനെ ഉണ്ടാകും എന്ന. ഉടനെ തന്നെ പള്ളിയിൽ പൊതുദർശനം ആരംഭിക്കും. പൂങ്കാവ് സെന്റ് മേരീസ് പള്ളി, ഇരുവരുടെയും ഇടവക, അവിടെ 4 പേരുടെ പൊതുദർശനവും ഉണ്ടാകും. സംസ്കാര ശുശ്രൂഷകൾ ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി ആരംഭിക്കും. 12:30 4 പേർക്കും നാട് വിട നൽകും. നല്ല ഓർമ്മകൾ മാത്രമുള്ള മനുഷ്യർ, നല്ല ഓർമ്മകൾ നിറഞ്ഞ വ്യക്തിബന്ധങ്ങൾ മാത്രം കാത്തു സൂക്ഷിച്ച മനുഷ്യർ, നല്ല ഓർമ്മകളുമായി അവരെ യാത്രയയക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അവരുടെ സൗഹൃദം, അവരുടെ ബന്ധപ്പെട്ടവർ, അവരുടെ നാട്ടുകാർ എല്ലാം. എന്തായാലും ഇപ്പോൾ 2 വീടുകളിൽ, 2 വീടുകളിലുമായി തൊട്ടടുത്തുള്ള ഏകദേശം നടന്നെത്താവുന്ന ദൂരത്തിലുള്ള 2 ഭവനങ്ങൾ, ആ ഭവനങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകളും പൊതുദർശനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് ബിജുവിൻ്റെ വീട്ടിലാണ്, അനുവിൻ്റെ വീട്ടിലാണ്. ബിജുവിൻ്റെ വീട്ടിൽ ബിജുവിൻ്റെ മൃതദേഹം മാത്രമാണ് ഇപ്പോഴുള്ളത്. 3 പേരുടെയും മൃതദേഹം ഒരുമിച്ച് ഇവിടെ പൊതുദർശനത്തിന് അരമണിക്കൂറോളം വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹം നിഖിലിൻ്റെ വീട്ടിലേക്ക്, മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മത്തായി ഈപ്പൻ്റെയും അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള, ഈ വീടിനോട് ചേർന്നുള്ള, ഒന്ന് ഓടിയാലെത്തുന്ന, ഒരു വിളിയിൽ അപ്പുറത്തുള്ള ആ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഒരു നാട് ഹൃദയം നുറങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഒരു നാട് ഹൃദയഭേദകമായി നിലയുറപ്പിക്കുന്നു. ഒരു നാട്ടുകാർ എല്ലാം ഹൃദയം നുറങ്ങിയ വേദനയുമായി കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഈ വാർത്ത, ഈ ദൃശ്യങ്ങൾ കാണുന്ന നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഹൃദയഭേദകമായി മാത്രമേ ഈ ഒരു നിമിഷത്തെ സമീപിക്കാനാവൂ, കാണാനാകൂ, ഈ വാർത്ത കേൾക്കാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മൾ ഞായറാഴ്ച പുലർച്ചെ ആ അപകട വാർത്ത കേട്ടത് അത്രയും ഞെട്ടലോടുകൂടിയായിരുന്നു. ഇനിയൊരു റോഡ് അപകട വാർത്ത, വാഹനാപകട വാർത്ത കേൾക്കേണ്ടി വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു, ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു ഈ ഞായറാഴ്ച എത്തിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്ക് നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങൾ അനുവിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെയും പൊതുദർശനം ഉണ്ടാകും.